പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കർക്കിടക വാവ് അതിന് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. നമ്മളെ പിതൃക്കള് നമുക്ക് അനുഗ്രഹം തരുന്നുണ്ടോ, നമ്മളെ കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി കുറച്ച് നിമിത്തങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കകളാണ് പിതൃക്കൾക്ക് മോക്ഷം തരുന്ന ഒരു ജീവിയായിട്ട് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ ബലിയിടുന്ന സമയത്തൊക്കെ അതിന് ബലിച്ചോറുകളും കാര്യങ്ങളും കൊത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ കാക്ക കൊത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ ആ ആത്മാവിന് മോക്ഷം കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മളെ ഐതിഹ്യത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാക്കകൾ അതിരാവിലെ വന്ന് നമ്മളെ വീട്ടുമുറ്റത്ത്, അതായത് മരക്കൊമ്പുകളോ പൂക്കളോ മറ്റ് ലോകവസ്തുക്കളോ എന്തെങ്കിലും കൊത്തിക്കൊണ്ടുവന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പിതൃക്കൾ നമ്മളോട് അനുഗ്രഹമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട് എന്നാണ് അത് കണക്കാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാക്കകൾ നമ്മളെ വീട്ടിനകത്ത്, അതായത് അടുക്കളയിലോ എവിടെങ്കിലും കാക്കകൾ നമ്മളെ ചായപ്പിലൊക്കെ അടുക്കള കയറുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിതൃക്കള അനുഗ്രഹം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കകൾ നമ്മൾ കൊടുക്കുന്ന ചോറുകൾ കാക്കകൾ കൊത്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പിതൃക്കള അനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിരാവിലെ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ വന്ന് കാക്കകൾ കുഴികൾ കുത്തി, ഇതുപോലെ ചുണ്ട് വെച്ച് കുഴികൾ കുത്തി ഇടുവാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പിതൃക്കള അനുഗ്രഹം ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് കാക്കകളെ കരച്ചിലോ കാര്യങ്ങളോ കേട്ട് കഴിഞ്ഞാൽ ധനവരവിൻ്റെ ആഗമനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.